അഭിമന്യു വധക്കേസിൽ പ്രതികൾക്കെതിരെ ഒരു വകുപ്പ് കൂടി ചുമത്താൻ പ്രോസിക്യൂഷൻ. പ്രതികൾക്കെതിരെ IPC 323 ചുമത്താൻ പ്രോസിക്യൂഷൻ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ്. ശാരീരികമായി നിസ്സാര പരിക്കേൽപ്പിച്ചത് സൂചിപ്പിക്കുന്ന വകുപ്പാണ് പ്രതികൾക്കെതിരെ ചുമത്തുക. രാഗിനാണ് വിവരങ്ങളുമായി ചെന്നത്. രാഗിനി, അഭിമന്യു വധക്കേസിൽ പ്രതികൾക്കെതിരെ ഒരു വകുപ്പ് കൂടി ചുമത്താൻ പ്രോസിക്യൂഷന്റെ നീക്കം, അത് എന്തുകൊണ്ടാണ്? എന്താണ് ആ വകുപ്പിന്റെ ഉള്ളടക്കം? മഹാരാജാസിലെ SFI വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ നേരത്തെ പ്രോസിക്യൂഷൻ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വിചാരണ ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇന്ന് കേസ് പരിഗണനയ്ക്ക് വന്നത്. ഈ ഘട്ടത്തിലാണ് പ്രോസിക്യൂഷൻ ഒരു വകുപ്പ് കൂടി ചുമത്താനുള്ള നീക്കം ഇപ്പോൾ നടത്തുന്നത്. 323 സിമ്പിൾ ഹർട്ട്, ശാരീരികമായി ബോധപൂർവ്വം ഉപദ്രവം ഏൽപ്പിച്ചു നിസ്സാരമായി എന്ന കാര്യം ഉൾപ്പെടുത്തിയുള്ള വകുപ്പാണത്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വകുപ്പ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിലവിൽ ഈ പ്രതികൾക്ക് നൽകിയിട്ടുള്ള കുറ്റപത്രത്തിൽ ആ ഒരു വകുപ്പ് കൂടി ആഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അത് കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ മുന്നോട്ട് നീക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് എന്നതാണ് പ്രോസിക്യൂഷൻ വിശദീകരിക്കുന്നത്. അല്ലെങ്കിൽ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് എന്നതാണ് വിശദീകരിക്കുന്നത്. മാത്രമല്ല, ഈ ചില പ്രതികൾ ഈ പറയുന്ന അഭിമന്യുവിൻ്റെയും അതോടൊപ്പം തന്നെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാളുടെയും ഒക്കെ മുഖത്തടക്കം അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിന്റെ ആംഗിളിലേക്ക് വരണം എന്ന കാര്യവും കൂടി കൊണ്ടാണ് കോടതിയിൽ ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം കേസ് 28-ന് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. ഒപ്പം പ്രോസിക്യൂഷൻ റിലേ ചെയ്യാത്തതുമായിട്ടുള്ള രേഖകളുടെ പട്ടിക കൂടി ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി 28-ന് ഇക്കാര്യത്തിൽ കോടതിയുടെ തീരുമാനം അറിഞ്ഞ ശേഷം വിചാരണ എന്ന് ആരംഭിക്കുമെന്ന കാര്യത്തിൽ കോടതി തീരുമാനം പറയും. 2018 ജൂലൈ 2-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സംഭവത്തിന് ശേഷം ആണ് ഇത്രയും നാൾ വിചാരണ നീണ്ടുപോയി. പല കാരണങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട്, SDPI പ്രവർത്തകർ ചേർന്ന് കൊലപ്പെടുത്തി എന്നതാണ് കേസ് അഭിമന്യുവിനെ. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുകയാണ്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് മോഹൻരാജാണ് കോടതിയിൽ ഹാജരാകുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 28-ന് കോടതി ഇതിൽ തീരുമാനം പറഞ്ഞ് തുടർ നടപടികളിലേക്ക് പോകും എന്നതാണ് വ്യക്തമാകുന്നത്. ശരി, രാഗിൻ കൊച്ചിയിൽ നിന്നാണ് വിവരങ്ങൾ നൽകി.